ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രഭാതം, ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൽ ഇരിക്കുകയാണ്. എൻ്റെ മക്കൾ ഹസ്ബൻഡും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ഓടി നടന്ന് ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ മോൻ കഴിഞ്ഞ ദിവസം സ്കൂളിൽ നടന്ന ഒരു സംഭവത്തെ പറ്റി പറയുന്നുണ്ട്. അവൻ ലിപ്സ്റ്റിക് ഇട്ട് ഒരു സീനിൽ അഭിനയിച്ചു. അത് കണ്ടിട്ട് അവൻ്റെ കൂടെയുള്ള പെൺകുട്ടികളെല്ലാം കളിയാക്കി ചിരിച്ചു. അവൻ വളരെ വിഷമമുണ്ടായി. ആ കാര്യം അവൻ ഹസ്ബൻഡിനോട് അവൻ്റെ അപ്പനോട് ഷെയർ ചെയ്തു. അപ്പോൾ all girls are stupid. Then he just എൻ്റെ നേരെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് നോക്കി. അമ്മയും ഒരു പെണ്ണാണല്ലോ എന്ന് അവൻ പെട്ടെന്ന് ഓർത്തു. നോട്ട് ഓൾ. പെട്ടെന്ന് അവൻ തിരുത്തി. അതേ മകൻ കഴിഞ്ഞ ദിവസം മുടി വെട്ടിക്കാനും മുടി ചെയ്യാനും പറയുമ്പോൾ അവൻ പറയുക, അമ്മ ഓൾഡാ, അമ്മ ഓൾഡാ. അമ്മയ്ക്ക് അറിയത്തില്ല. അമ്മ 1945 1990 കാലഘട്ടങ്ങളിലെ കാര്യങ്ങൾ ഫാഷനിൽ നിന്ന് വരരുത്. അതെനിക്ക് പറ്റത്തില്ല. എന്റെ ഫ്രണ്ട്സ് ആണ് എനിക്കെല്ലാം. അമ്മയും അപ്പായും പറയുന്നത് റോങ് ആണ്. യു ആർ റോങ്. ഇതാണ് ഇന്നത്തെ തലമുറയുടെ മാറ്റം. നമ്മൾ പഴയ ജനറേഷൻ പഠിച്ച മൂല്യങ്ങൾ, നമ്മുടെ ജീവിത രീതികൾ, നമ്മൾ അവർക്ക് കൊടുക്കുന്ന സ്നേഹം, അതെല്ലാം നമ്മുടെ കൺമുന്നിൽ ഇങ്ങനെ ഒഴുകി പോവുക. നമ്മൾ രാവിലെ തൊട്ട് വൈകിട്ട് വരെ അധ്വാനിക്കുന്നത് ആർക്ക് വേണ്ടിയാ? നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട്. നമ്മൾ രാവും പകലും ചിന്തിക്കുന്നത് ആരെ പറ്റിയാ? നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട്. പക്ഷെ ആ മക്കള് നമ്മൾ ഫോൺ വിളിക്കുമ്പോൾ എടുക്കാൻ, നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് കൃത്യമായിട്ട് ഉത്തരം പറയാൻ അവരെ തയ്യാറാകുന്നില്ല. ഈ മക്കളാണ് വളർന്ന സഭയിലേക്ക് പോകുന്നത്. കുടുംബമാണ് സഭയുടെ അടിസ്ഥാന ഘടകം. കുടുംബത്തിൽ എങ്ങനെ കുഞ്ഞുങ്ങൾ വളരുന്നു, അവരാണ് നാളത്തെ സഭയിലെ അംഗങ്ങൾ. ഈ അംഗങ്ങളെ പഴയ നിയമങ്ങളും പഴയ ചട്ടങ്ങളും പഴയ രീതികളും വെച്ച് യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് ഉയർത്തുക എന്ന് പറഞ്ഞ അതിഭീമമായ ഒരു കർത്തവ്യമാണ് ഇന്നത്തെ സഭ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. പള്ളികളിൽ ആൾക്കാർ പറയുന്നു, പള്ളികൾ ഒഴിഞ്ഞു പോകും, പള്ളിക്കൂടങ്ങൾ ഒഴിഞ്ഞു പോകും, സ്കൂളിൽ ആരുമില്ല. ഇതെല്ലാം ഇന്നത്തെ ജീവിത രീതിയുടെ പ്രത്യേകതയാണ്. ആളുകൾ നോക്കുന്നത് 2 ഡയമെൻഷണൽ ആയിട്ടുള്ള ജീവിതമാണ്. എന്താണ് 2 ഡയമെൻഷൻ? കേൾക്കാം, കാണാം. നമ്മുടെ വിരൽ കൊണ്ട് തോടി തോടി പോകുന്ന ജീവിതം. ആ ജീവിതത്തില് നമ്മുടെ സ്നേഹം, നമ്മുടെ വിശ്വാസം, മൂല്യങ്ങള്, ഇതെല്ലാം എതിരെയോ പോയി പോകുന്നു. എന്താണ് സംഭവിക്കുന്നത്? ഇന്ന് യൂറോപ്പിലെ പള്ളികളെ പറ്റി നമ്മൾ അറിയുന്നു. പള്ളികൾ ഡാൻസ് ബാറുകളും മദ്യശാലകളുമായി മാറുന്നു. യൂറോപ്പിലെ പള്ളികൾ ഒഴിഞ്ഞു കിടക്കുന്നത് നമ്മുടെ കേരളത്തിലും നമ്മുടെ എല്ലാ സഭകളിലും സംഭവിക്കും. ഇന്ന് ലോകം മുഴുവൻ നഴ്സുമാരുടെ പിന്തുണയോടുകൂടി മലയാളികള് ഓരോ സ്ഥലങ്ങളിൽ കുടിയേറി പാർത്ത് അവിടെ സീറോ മലബാർ വിശ്വാസത്തിന്റെ ചെറിയ ചെറിയ തൈകൾ നട്ടുപിടിപ്പിക്കുന്നു. ഈ തൈകൾ എത്ര നാൾ നിൽക്കും? ഈ തൈകള് വെള്ളവും വളവും ലഭിക്കാതെ ചീഞ്ഞു പോകാനും ഉണങ്ങിപ്പോകാനുമുള്ള ഒരു സാധ്യതയാണ് മുന്നോട്ട് കിടക്കുന്നത്. എന്താണ് നമ്മുടെ സഭ ചെയ്യേണ്ടത്? ഈ കാലഘട്ടത്തിലും നിയമങ്ങൾക്കൊന്നും ഒരു വ്യത്യാസവുമില്ല, നമ്മുടെ വിധാനങ്ങൾക്കൊന്നും ഒരു മാറ്റവും ഇല്ല. നമ്മുടെ പിള്ളേരെ നഷ്ടപ്പെടുന്നത് എന്താണ്? അവരെ ആരും കേൾക്കുന്നില്ല. നമുക്ക് സമയമില്ല കേൾക്കാൻ. എന്താണ് കാര്യം? നമ്മൾ ജോലി ചെയ്യുന്നു, ജോലി കഴിഞ്ഞ് ഓടി വന്ന് മടുത്ത് കഴിയും, വീട്ടിൽ വന്നിരിക്കുമ്പോൾ നമുക്ക് എന്താ വേണ്ടത്? അല്പം മീ ടൈം. ആ മീ ടൈമിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫോൺ തോന്നുന്നു. ഈ ഒരു രീതിയിലുള്ള ജീവിതം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ആർക്കും ഇല്ലാതെയായി പോകും. ഈ റീസെന്റ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ട 1-2 കാര്യങ്ങൾ, നമുക്ക് ഒരു മുഖമാണ് സോഷ്യൽ മീഡിയയിൽ. അതല്ല നമ്മുടെ ജീവിതം. പല ധ്യാനിപ്പിക്കുന്ന ആളുകൾ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാര്, അവരുടെയൊക്കെ ചീന്തി പോകുന്ന ഒരു മുഖം കൂടി നമ്മൾ ഈയിടെ കണ്ടു കഴിഞ്ഞു. വീണ്ടും ഞാൻ പറയുന്നു, നിയമങ്ങളിൽ മാറ്റമില്ല. മറ്റുള്ളവർ നിങ്ങളോട് എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അത് നിങ്ങൾ അവരോട് ചെയ്യും. ഇതാണ് നിയമവും പ്രവാചകന്മാരും. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക, കൂടുതൽ സ്നേഹം കൊടുക്കുക, കൂടുതൽ കേൾക്കുക, കൂടുതൽ മനസ്സിലാക്കുക, അവരുടെ ചോദ്യങ്ങൾക്ക്, വിശ്വാസ സംബന്ധമായ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക. ഇതാണ് സഭയും സഭാപിതാക്കന്മാരും മാതാപിതാക്കളും അധ്യാപകരും വേദപാഠം പഠിപ്പിക്കുന്ന അധ്യാപകരും എല്ലാം ചെയ്യേണ്ടത്.
ഇത് ചെയ്ത് മുന്നോട്ട് പോകാൻ സഭയ്ക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്